കയറി ഇറങ്ങിയപ്പോഴേക്കും വീടിന്റെ ആധാരം കൊണ്ട് ബാങ്കുകാർ പോയി. ഒരു നിലയുണ്ടായിരുന്ന ആശുപത്രി 3 നിലയായി. അമ്മ അത്യാസന നിലയിലായെന്നല്ലാതെ ഒരു ഡോക്ടർമാർക്കും രോഗം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് മരുന്ന് ഇഞ്ചക്ഷൻ കൊടുത്തു നോക്കി. അടുത്ത ഒരു ഡോക്ടർ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചത്. ആ രോഗത്തിന് എൻ്റെ വായിക്കൊള്ളാത്തൊരു പേരും പറഞ്ഞു ഇംഗ്ലീഷിൽ. എന്നെ പഠിപ്പിച്ച ഇംഗ്ലീഷ് സാർ മോശമായതുകൊണ്ട് എനിക്കത് മനസ്സിലായില്ല. എന്തായാലും ആഴ്ചയിൽ അമ്മക്ക് രക്തം മാറ്റണം. ഇടക്കിടക്ക് അമ്മക്ക് വേദന കൂടുമ്പോൾ ഒരു കരച്ചിലുണ്ട്, കണ്ടെടുക്കാൻ പറ്റില്ല. ഈ അസുഖം പൂർണ്ണമായിട്ട് മാറ്റാൻ ഒരു ഓപ്പറേഷൻ വേണം. വലിയ തുകയാവും. ഞാനിവിടെ പോകും കാശിന്. ഇവിടെ വന്ന് പല പണികളും നോക്കി ഒന്നും വട്ടൊക്കുന്നില്ല. പിന്നെ ആവശ്യങ്ങൾ കൂടിയപ്പോൾ ഞാൻ കണ്ട എളുപ്പ വഴിയാ മോഷണം. എൻ്റെ അമ്മക്കറിയില്ല ഞാൻ കള്ളനാണെന്ന്. അറിഞ്ഞാൽ ആ പാവം ഞങ്ങൾക്ക് വെട്ടിച്ചാവും. ഓപ്പറേഷൻ നല്ലൊരു തുക അടിച്ചെടുക്കാൻ പറ്റിയ അന്ന് ഞാൻ ഈ പണിയെടുത്തു. അമ്മയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതിന് മിച്ചം വില കാശുണ്ടെങ്കിൽ പെട്ടിക്കിടങ്ങി പെട്ടിക്കിട ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നിവർന്ന് കിടന്നുറങ്ങണം. ഇതൊക്കെയായി എൻ്റെ ആഗ്രഹങ്ങളും ഫ്ലാഷ് ബാക്കും. ഗോപാലിൻ്റെ